അതിനുശേഷം നവോദയ പച്ചൻ, നവോദയ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത മഞ്ഞിലെറിഞ്ഞ പൂക്കളില് ഒരു ലയരാഗം കണ്ടിട്ടാണ് എന്നെ അതിന് വിളിച്ചത്. അതും വലിയൊരു സക്സസ് ആയി മാറി എന്റെ മാതൃഭാഷയായ മലയാളത്തിൽ എനിക്ക് കിട്ടിയ അവസരമാണ്. പിന്നെ ഞാൻ കുറെ കാലം തിരിഞ്ഞു നോക്കിയിട്ടില്ല. 100-110 സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. ഞാൻ 3-4 സിനിമ സംവിധാനം ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. ഈ സിനിമാ മേഖലയിൽ തന്നെ ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ എറി എന്ന് പറയുന്ന ഒരു സിനിമ മുഴുനീള ലണ്ടനിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ, അത് സംവിധാനം ചെയ്ത് അത് റിലീസിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സിനിമയിൽ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം, ബിക്കോസ് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഞാൻ ആരാധിച്ച ഒരുപാട് നടന്മാർ, നസീസ എടുത്തു പറയേണ്ടത്, അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു. അത് അദ്ദേഹത്തിന്റെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എല്ലാവരും പറയുന്നതാണ് അദ്ദേഹം നല്ല മനുഷ്യനൊക്കെ ശരിയാണ്. ബിക്കോസ് അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പുതുമുഖങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പാഠമായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ഒരുപാട് അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോദി സാർ ആ കാലഘട്ടത്തില് പ്രഗത്ഭരായിട്ടുള്ള എല്ലാ കലാകാരന്മാരുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. സൂപ്പർ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. വിജയജിയുടെ കൂടെ മാത്രം അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒന്നിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്.